ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് മഹാമൃത്യുഞ്ജയ മന്ത്രത്തെക്കുറിച്ചാണ്. സുപ്രസിദ്ധമായ മന്ത്രമാണ് ഇത്. ആദ്യമായി ഇത് പ്രകാശിക്കുന്നത് ഋഗ്വേദത്തിലാണ്. ആ വേദത്തിൽ നിന്നാണ് നമുക്കിത് ലഭിച്ചിട്ടുള്ളത്. മൃത്യുവിനെ ജയിക്കാൻ സഹായിക്കുന്ന മഹാമന്ത്രമായതുകൊണ്ട് മഹാമൃത്യുഞ്ജയ മന്ത്രം. മൃത്യുവിനെ ജയിച്ചിട്ടുള്ളവനെ സ്തുതിക്കുന്ന മഹാമന്ത്രമായതുകൊണ്ട് മഹാമൃത്യുഞ്ജയ മന്ത്രം. ഇങ്ങനെ രണ്ട് തലത്തിലും ഇതിനെ വ്യാഖ്യാനിക്കാം. മൃത്യുവിനെ ജയിച്ചിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ സാക്ഷാത് മഹാദേവൻ, ഭഗവാൻ ശ്രീരുദ്രൻ. അപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള മന്ത്രമായതുകൊണ്ടും മഹാമൃത്യുഞ്ജയ മന്ത്രം. ഈ മന്ത്രം രണ്ട് തലത്തിലുള്ള ഗുണത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഒന്ന് ഭൗതികമായ തലത്തിലും മറ്റേത് ആത്മീയമായ തലത്തിലും. അതുകൊണ്ട് തന്നെ രണ്ട് പ്രകാരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഈ മന്ത്രത്തിനുണ്ട്. ഭൗതികമായ തലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ രോഗദുരിതങ്ങളെയും അകറ്റി നമുക്ക് സൗഖ്യപൂർണമായ പൂർണ്ണായുസ്സിനെ പ്രദാനം ചെയ്യുന്ന മന്ത്രമായതുകൊണ്ട് മഹാമൃത്യുഞ്ജയ മന്ത്രം. ആത്മീയമായിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ജനനമരണ ചക്രമാകുന്ന സംസാരത്തിൽ നിന്നും ശാശ്വതമായ മോചനത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് ഇത്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും സുനിശ്ചിതമാണ്. അതായത് മരിക്കാതിരിക്കണമെങ്കിൽ, മരണത്തെ ജയിക്കണമെങ്കിൽ ആദ്യം ജനനത്തെ ജയിക്കണം, ജനിക്കാതിരിക്കണം. അപ്പോൾ മൃത്യുവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ജനന മരണ ചക്രത്തിൽ നിന്നുമുള്ള മോചനമാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ആത്യന്തിക പ്രയോജനം ആത്മീയം തന്നെയാണ്, മോക്ഷം തന്നെയാണ്. ജനിക്കാതിരിക്കുകയും തദ്വാര മരണത്തിൽ നിന്ന് മുക്തനാവുകയും. അതിന് സ്വരൂപബോധം ഉണ്ടാവണം. തൻ്റെ സ്വരൂപം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ, ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചാൽ മുക്തി ലഭിക്കും. അതാണ് ആത്യന്തികമായ ലക്ഷ്യം. അതിനെ പ്രദാനം ചെയ്യുന്ന നല്ല ഒരു ജീവിതം ഇവിടെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആരോഗ്യവും ഉണ്ടാവണം. അപ്പം നല്ല ആരോഗ്യത്തെയും ഇത് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഇത്. ഭൗതികമായ ഗുണവും ഉണ്ടാകും, ആത്മീയമായ ഉയർച്ചയും ഉണ്ടാവും. ഇനി ഇതിലെ ക്രിയാപദം എടുത്ത് നോക്കിയാൽ തന്നെ ഇത് സാമൂഹികമായിട്ട് ചൊല്ലേണ്ട മന്ത്രമാണെന്നും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. കൂട്ടമായിട്ട്, കാരണം ബഹുവചനമാണ് ഇവിടുത്തെ ക്രിയാപദങ്ങൾ കാണുന്നത്. അപ്പോൾ കൂട്ടമായിട്ട് ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചൊല്ലിയാൽ, അല്ലെങ്കിൽ ചൊല്ലുന്ന വ്യക്തി തന്നെ സമൂഹത്തിന് മുഴുവൻ ഗുണമുണ്ടാകുന്ന, ഒന്നെങ്കിൽ തൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും എന്ന തലത്തിൽ ചൊല്ലേണ്ട ഒരു മന്ത്രമാണെന്നും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. സാമൂഹികമായ പ്രാർത്ഥന പൊതുവെ സനാതന ധർമ്മത്തിൽ ഇന്ന് അത്ര കാണുന്നില്ല. എന്നാൽ പണ്ട് കാലത്തൊക്കെ, വൈദിക കാലത്തൊക്കെ കൂട്ടമായിട്ട് തന്നെയായിരുന്നു പ്രാർത്ഥനകളെല്ലാം നടന്നിരുന്നതെന്ന് ഇത്തരം ക്രിയാപദങ്ങളിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ കൂട്ടമായിരുന്ന് ഒരു കൂട്ടം ഋഷികൾ ജപിച്ചിരുന്ന മന്ത്രമായിട്ട് വേണം ഇതിനെ സ്വീകരിക്കാൻ. അപ്പോൾ രണ്ട് തലത്തിൽ ഇത് ഉപകാരപ്രദമാണെന്ന് പറഞ്ഞു. ആ രണ്ട് തലത്തിലും നമുക്ക് ഇതൊന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. ആദ്യം ഈ മന്ത്രം ഒന്ന് ചൊല്ലാം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയ മാമൃതാത്. ഇതാണ് മന്ത്രം. ഇവിടെ ആദ്യം തന്നെ ഓംകാരമാണ് ജപിക്കുന്നത്. പൊതുവെ വേദമന്ത്രങ്ങൾ ആരംഭിക്കുമ്പോൾ ഓം എന്നുച്ചരിക്കുക പതിവാണ്. ഓംകാരം എല്ലാം പവിത്രീകരിക്കുന്ന ബീജമന്ത്രമാണ്. അതിനൊരുപാട് ആഴമുള്ള അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓം എന്നുച്ചരിച്ചുകൊണ്ട് ത്രയംബകം. ത്രയംബകം എന്ന് പറഞ്ഞാൽ 3 കണ്ണുള്ളവൻ. 3 കണ്ണുകൾ. നമ്മുടെ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവൻ്റെ കണ്ണുകൾ പ്രകാശ സ്വരൂപങ്ങളാണ്.
അങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ എടുത്താൽ, എല്ലാ ജീവജാലങ്ങളെയും എടുത്താൽ, ഈ ഭൂമിയെ മുഴുവൻ എടുത്താൽ, ആ ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന 3 പ്രകാശങ്ങളുണ്ട്, 3 ശക്തികളുണ്ടെന്ന് കാണാൻ സാധിക്കും. ഒന്ന് സൂര്യൻ, മറ്റൊന്ന് ചന്ദ്രൻ, പിന്നെ അഗ്നി. ഈ 3 പ്രകാശങ്ങളും ഭഗവാനിൽ നിന്നാണ് പ്രകാശത്തെ കടം കൊള്ളുന്നത്. അതുകൊണ്ട് ഭഗവാൻ മഹാദേവന്റെ 3 കണ്ണുകളാണ് ഈ 3 പ്രകാശങ്ങളും. അതുകൊണ്ട് ഭഗവാന് 3 കണ്ണുകൾ ഉണ്ട്. ഇത് ഭൗതികമായ തലത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. ആത്മീയമാകുമ്പോൾ മറ്റൊരു അർത്ഥം വരും. അപ്പൊ ആദ്യം ഭൗതികമായിട്ട് നോക്കാം. അപ്പൊ ഭഗവാന് 3 കണ്ണുകളുണ്ട്. ഈ 3 കണ്ണുകളും നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അത് തുടർന്നുള്ള വ്യാഖ്യാനത്തിൽ മനസ്സിലാവും. അപ്പോൾ സൂര്യനും ചന്ദ്രനും അഗ്നിയും കണ്ണുകളായിട്ടുള്ളവൻ, 3 കണ്ണുള്ളവൻ ത്രയംബകം. അങ്ങനെയുള്ളവനെ ദ്വിതീയ വിഭക്തിയാണ്. സുഗന്ധിം, നല്ല ഗന്ധമുള്ളവനാണ് ഭഗവാൻ. നല്ല ഗന്ധമുള്ളവൻ എന്നിവിടെ പറയുമ്പോൾ ഔഷധികളായിട്ട് ലോകത്തിൽ ശോഭിക്കുന്നവൻ. ഔഷധികൾക്ക് നല്ല ഗന്ധമാണ്. ഔഷധികളിലൂടെയാണ് നമുക്ക് ആരോഗ്യം ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഔഷധികളായിട്ട് ലോകത്തിൽ ശോഭിക്കുന്നവൻ. ഭൗതികമായ തലത്തിൽ ഇങ്ങനെ അർത്ഥം പറയാം. അതുകൊണ്ട് സുഗന്ധിയാണ് ഭഗവാൻ. അത് കഴിഞ്ഞ് പറയുന്നു പുഷ്ടിവർദ്ധനം. പുഷ്ടിയെ വർദ്ധിപ്പിക്കുന്നവനാണ്. പുഷ്ടിയെ വർദ്ധിപ്പിക്കുന്നത് എന്താ? അന്നമാണ്. അപ്പൊ അന്നമായിട്ട് ലോകത്തിൽ ശോഭിക്കുന്നവൻ. അന്നം നമുക്ക് പുഷ്ടിയെ പ്രദാനം ചെയ്യുന്നു. രോഗത്തിൽ നിന്നുമുള്ള മോചനം ഔഷധികളും പ്രദാനം ചെയ്യുന്നു. അപ്പൊ ഔഷധികളായിട്ടും അന്നമായിട്ടും ശോഭിക്കുന്നവൻ. ഭഗവാന്റെ 3 കണ്ണുകൾ പറഞ്ഞു. അവയ്ക്കും ഇതിനോട് ബന്ധമുണ്ട്. കാരണം അന്നത്തെയും ഔഷധികളെയും വികസിപ്പിക്കുന്നതിൽ സൂര്യനും ചന്ദ്രനും വലിയ പങ്കുണ്ട്. അവരുടെ ഊർജം ഇവയ്ക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞ് അത് ഭക്ഷിക്കാനായിട്ട് നമ്മൾ അഗ്നിയുടെ സഹായത്തെയും തേടാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ 3 പ്രകാശങ്ങൾക്കും ഈ പറഞ്ഞ ഔഷധികൾക്കും അന്നത്തിനും പരസ്പരം ബന്ധമുണ്ട്. ഇതെല്ലാം തന്നെ ഭഗവാന്റെ സ്വരൂപങ്ങളാണ്, ഭഗവാനിൽ നിന്നും ആവിർഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവയിലൂടെ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ഭഗവാനെ യജാമഹേ, ഞങ്ങൾ യജിക്കുന്നു. യജിക്കുക എന്ന് പറഞ്ഞാൽ പൂജിക്കുക, ആരാധിക്കുക, ഉപാസിക്കുക എന്നെല്ലാം അർത്ഥം. ഞങ്ങൾ ഭഗവാനെ പൂജിക്കുകയാണ്. 3 കണ്ണുകളുള്ളവൻ, അതായത് അഗ്നി, ചന്ദ്രൻ, സൂര്യൻ എന്ന് 3 പ്രകാശങ്ങളായി ശോഭിക്കുന്നവൻ, അന്നമായി പ്രകാശിക്കുന്നവൻ, അതുപോലെ ഔഷധികളായിട്ട് പ്രകാശിക്കുന്നവൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ ഞങ്ങൾ യജിക്കുന്നു. ബഹുവചനമാണ്, നേരത്തെ പറഞ്ഞുവല്ലോ. സാമൂഹികമായിട്ട് കൂട്ടമായിട്ട് ചൊല്ലുന്ന ഒരു മന്ത്രമാണിത്. ഞങ്ങൾ യജിക്കുന്നു, പൂജിക്കുന്നു. എന്തിനു വേണ്ടിയാണ് പൂജിക്കുന്നത്? ഉർവാരുകമിവ ബന്ധനാൻ. ഉർവാരുകം എന്നാൽ വെള്ളരി, ഒരു തരം വെള്ളരിക്കയാണ്. അപ്പോൾ വള്ളിയിൽ ഉണ്ടാകുന്ന ഒരു സസ്യം, ഒരു ഫലമാണ് വെള്ളരി. അത് അതിൻ്റെ വള്ളിയിൽ നിന്നും അതിലൊരു ബന്ധനമുണ്ടല്ലോ, ആ ബന്ധനത്തിൽ നിന്നും ഏതുപോലെ മോചിക്കപ്പെടുന്നുവോ അതുപോലെ, അതാണ് ഉർവാരുകം ഇവ ബന്ധനാൻ. ഒരു ഉർവാരുകം അതിൻ്റെ ബന്ധനത്തിൽ നിന്നും ഏതുപോലെ മോചിപ്പിക്കപ്പെടുന്നുവോ അതുപോലെ മൃത്യോർ മുക്ഷീയ, മൃത്യുവിൻ്റെ ബന്ധനത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ചാലും, ഞങ്ങളെ മോചിപ്പിച്ചാലും. മൃത്യുവിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചാലും എന്ന് പറഞ്ഞാൽ രോഗദുരിതങ്ങളിൽ നിന്നും നമ്മെ അകറ്റിയാലും. ഭൗതികമായ തലത്തിലാണ്. എനിക്ക് അനുവദിച്ചിട്ടുള്ള ആയുസ്സിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ എനിക്ക് സാധിക്കട്ടെ. നല്ല സൗഖ്യത്തോടു കൂടി തന്നെ അത് അനുഭവിക്കാൻ എനിക്ക് സാധിക്കട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും മൃത്യുവിൻ്റെ ബന്ധനമായിട്ട് കണക്കാക്കാം. അതിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചാലും. ഏതുപോലെയാണോ ഒരു ഉർവാരുകത്തെ അതിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നത്. കാരണം ആ ബന്ധനത്തിൽ നിന്നുമുള്ള മോചനം വളരെ ലാഘവത്തോടു കൂടി ചെയ്യാവുന്നതേ ഉള്ളൂ. അധികം ബലമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഉർവാരുകത്തെ മോചിപ്പിക്കാം. അതുപോലെ അങ്ങയ്ക്ക് ഞങ്ങളെയും മോചിപ്പിക്കാൻ സാധിക്കും. കാരണം അങ്ങ് സർവശക്തനാണ്, മൃത്യുഞ്ജയനാണ്. അതുകൊണ്ട് അങ്ങയ്ക്ക് അത് സാധിക്കും. അപ്പോൾ മൃത്യോർ മുക്ഷീയ, മൃത്യുവിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചാലും. മാ അമൃതാത്, അമൃതത്തിൽ നിന്നും മോചിപ്പിക്കാതിരിക്കുക. അതായത് അമൃതത്വത്തിൽ ഞങ്ങൾ ഇരിക്കട്ടെ, മൃത്യുവിൽ നിന്നും മോചിപ്പിച്ചാലും. ഇവിടുത്തെ അമൃതത്വം എന്ന് പറയുന്നത്
പുഷ്ടിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അന്നത്തിൽ നിന്നും ലഭിക്കുന്ന പുഷ്ടിയും അതുപോലെ ഔഷധിയിൽ നിന്ന് ലഭിക്കുന്ന ആരോഗ്യവും ഞങ്ങൾക്കുണ്ടാവട്ടെ, ഞങ്ങളുടെ ആരോഗ്യം നിലനിൽക്കട്ടെ. അതാണ് മാ അമൃതാത് എന്ന ശബ്ദത്തിൽ നിന്നും ഭൗതികമായ തലത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ട അർത്ഥം. അപ്പോൾ ഞങ്ങളുടെ ആരോഗ്യം നന്നായി നിലനിൽക്കട്ടെ, ആ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് നിർത്തുക എന്ന് ഭഗവാനോട്, മഹാദേവനോട് ഭക്തര് അർത്ഥിക്കുകയാണ് ഈ മന്ത്രത്തെ. ഇതാണ് ഭൗതികമായ അർത്ഥം. ഇനി ഇത് തന്നെ നമുക്ക് ആത്മീയമായ തലത്തിലും വ്യാഖ്യാനിക്കാം. ഈ രണ്ട് വ്യാഖ്യാനങ്ങളും പ്രസക്തമാണ്, കാരണം രണ്ട് തലത്തിലും ഈ മന്ത്രം നമ്മെ സഹായിക്കുന്നുണ്ട്. ഇത് ജപിച്ചിട്ടുള്ള എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. ഒരുപാട് തലമുറകൾ, കാരണം വൈദിക കാലഘട്ടം മുതലേ ഈ മന്ത്രം ജപിക്കുക പതിവാണ്. അതിൻ്റെ ഫലം അനുഭവിച്ച ഒരുപാട് തലമുറകളും നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായും ഫലം നൽകുന്ന മന്ത്രമാണെന്ന് പറയാം. ആത്മീയമായ തലത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. അങ്ങനെ ഒന്ന് നോക്കാം. ഓം ത്രംബകം. 3 കണ്ണുകൾ ഉള്ളവൻ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളെയും ഓരോ മനുഷ്യനും കാണുന്നു. അങ്ങനെ കാണുന്നത് അവൻ്റെ ഉള്ളിലുള്ള ശുദ്ധമായ ബോധമാണ്. അത് ആത്മാവാണ്. അപ്പൊ ആത്മാവ് 3നെയും കാണുന്നത് കൊണ്ട് ആത്മാവിന് 3 കണ്ണുണ്ടെന്ന് സങ്കല്പിക്കുന്നു. ആ ഭാവത്തിൽ 3 കണ്ണുകൾ ഉള്ളവനാണ് ഭഗവാൻ. അത് തന്നെ കോസ്മിക് ആയ സ്കെയിലിലേക്ക് എടുത്താൽ ഇവിടെ 3 എന്നുള്ളതിനെ ഭൂതം, ഭാവി, വർത്തമാനം എന്ന 3 കാലങ്ങളായിട്ട് എടുക്കാം. അപ്പോൾ ത്രികാലജ്ഞാനിയാണ് ഭഗവാൻ. 3 കാലങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്നവൻ, 3നെയും ഒരേ സമയം അറിയുന്നവനായതുകൊണ്ട് ത്രംബകം, 3നെയും കാണുന്നവൻ. അപ്പോൾ ഒരു വ്യക്തിയുടെ തലത്തിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന തലത്തിലും ഈശ്വരൻ എന്ന ഭാവത്തിൽ, അതായത് സമഷ്ടി തലത്തിൽ ത്രികാലജ്ഞാനി എന്ന ഭാവത്തിലും ഭഗവാൻ ത്രംബകനാണ്, 3 കണ്ണുകൾ ഉള്ളവനാണ്. ഓം എന്ന ശബ്ദത്തിന് ആത്മീയമായ തലത്തിൽ ഇതേ അർത്ഥം വരുന്നുണ്ട്. അകാരം, ഉകാരം, മകാരം എന്ന 3ഉം അവസാനം ഒരു നിശബ്ദതയും, അങ്ങനെ 4 ഭാഗങ്ങളായിട്ട്, 4 പാദങ്ങളായിട്ട് ഓംകാരത്തെ മുറിക്കാറുണ്ട്. ഓം എന്ന് പറഞ്ഞ് ആ ഓം ലയിക്കുന്ന നിശബ്ദത 4ാമത്തെ പാദം. അപ്പൊ അതിലെ ആദ്യത്തെ 3 എണ്ണവും ജാഗ്രത്, സ്വപ്നം, സുഷുപ്തിയും, 4ാമത്തേതെന്ന അർത്ഥത്തിൽ തുരീയം എന്നതിനെ ആത്മാവായിട്ടും പറയും. അപ്പൊ അതുകൊണ്ട് ആ ഓംകാരത്തെ വിസ്തരിക്കുന്ന ഭാവമാണ് ത്രംബകം. 3നെയും കാണുന്നവനായ നാലാമത്തേതെന്ന് ശരിക്കും പറയാൻ പാടില്ല, കാരണം അത് മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ 3നും അപ്പുറമുള്ള തുരീയത്തിലുള്ളവൻ. അപ്പൊ അതുകൊണ്ട് ഓം ത്രംബകം സുഗന്ധിം, നല്ല ഗന്ധമുള്ളവനാണ്. ഈ സുഗന്ധി ശബ്ദം പരമാത്മാവിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുക. കാരണം ഗന്ധം സൂക്ഷ്മമാണ്. ഒരു പൂവിൻ്റെ ഗന്ധം അതിന് ചുറ്റും വ്യാപിക്കുന്നു. അങ്ങനെ ആ പൂവിൻ്റെ സാന്നിധ്യം നമുക്ക് പൂവിനെ കാണാതെ തന്നെ അറിയാൻ സാധിക്കും. അതേപോലെ ഭഗവാന്റെ ഗന്ധം ഈ ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ഗന്ധം വ്യാപിക്കുന്നുവെന്ന് പറഞ്ഞാൽ ലോകം നിലനിൽക്കുന്നത് തന്നെ ഭഗവാൻ ലോകത്തിൽ വ്യാപിച്ചിട്ടുള്ളത് കൊണ്ടാണ്. കാരണം ഭഗവാന്റെ സ്വരൂപം സത്താണ്. അപ്പോൾ സത്തുള്ളത്, സത്ത് എന്നാൽ ഉന്മ, ആ ഉന്മ ഈ ലോകത്തിന് പ്രദാനം ചെയ്യുന്നതേ ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ സുഗന്ധിയാണ്. ഏതുപോലെയാണോ സൂക്ഷ്മമായ ഗന്ധം നമുക്ക് കാണാനൊന്നും സാധിക്കില്ല, എന്നാൽ അനുഭവിക്കാൻ സാധിക്കും, അതുപോലെ ഭഗവാൻ ലോകത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ സൂക്ഷ്മതയെ സൂചിപ്പിക്കാൻ, എല്ലാവരുടെയും ഉള്ളിൽ ആത്മഭാവേന ശോഭിക്കുന്നവനാണെന്ന് സൂചിപ്പിക്കാൻ ഭഗവാനെ സുഗന്ധി എന്ന് വിളിക്കും. ഭഗവാന്റെ മഹിമയെയും നമുക്ക് ഭഗവാന്റെ ഗന്ധമായിട്ട് പറയാം. പൂവിൻ്റെ മഹിമയെ അതിൻ്റെ ഗന്ധം വിളിച്ചോതുന്ന പോലെ ഭഗവാന്റെ മഹിമയെ ഈ ലോകത്തിൽ നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിക്കും. ആ മഹിമയിലൂടെയാണ് ഭഗവാൻ ഉണ്ടെന്ന് നമ്മൾ ഗ്രഹിക്കുന്നത്. അതിനെ ഭഗവാന്റെ വിഭൂതിയായിട്ട് നമുക്കെടുക്കാം. ഭഗവത്ഗീതയിൽ വിഭൂതി യോഗത്തിലൊക്കെ നമുക്കത് കാണാം. ഭഗവാൻ കൃഷ്ണൻ തൻ്റെ വിഭൂതിയായിട്ട് ഓരോന്നോരോന്ന് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം നമുക്ക് വിഭൂതിമത്തായിട്ടുള്ള സത്വങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ അതെല്ലാം ഭഗവാനിലേക്ക് നമ്മെ നയിക്കുന്ന, ഭഗവാന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഗന്ധങ്ങളാണ്. അതുകൊണ്ട് സുഗന്ധിയാണ് ഭഗവാൻ, നല്ല ഗന്ധം ഉള്ളവനാണ്. ഗന്ധം എന്ന ശബ്ദം കൊണ്ട് വാസന എന്ന അർത്ഥവും നമുക്കെടുക്കാം. നമ്മുടെ എല്ലാം ഉള്ളിൽ ആഗ്രഹങ്ങളുടെ, ചിന്തകളുടെ ബീജങ്ങളായിട്ട് നിൽക്കുന്നതാണ് വാസനകൾ. അതിൽ നിന്നാണ് ചിന്തകളും ആഗ്രഹങ്ങളും കർമ്മങ്ങളും ഒക്കെ ജനിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും നല്ല
വാസന എന്ന് പറയുന്നത് ഈശ്വരോന്മുഖമായ വാസനയാണ്. ഈശ്വരനെ അറിയണമെന്ന വിചാരം, ഈശ്വരനെ ഉപാസിക്കണം എന്ന വിചാരം, ഇതൊക്കെ ഉണ്ടാക്കുന്ന വാസനകളാണ് നല്ല വാസനകൾ. ആ നല്ല വാസനകളായിട്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ ശോഭിക്കുന്നവനായതുകൊണ്ടും ഭഗവാൻ സുഗന്ധിയാണ് ആത്മീയമായ തലത്തിൽ നോക്കുമ്പോൾ. അപ്പോൾ 3 കണ്ണുകൾ ഉള്ളവനാണ്, സുഗന്ധിയാണ് ഭഗവാൻ. പുഷ്ടിവർദ്ധനം, പുഷ്ടിയെ വർദ്ധിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ശരീരത്തിന് പുഷ്ടി നൽകുന്നു എന്നുള്ളത് നേരത്തെ അന്നം എന്ന ഭാവത്തിൽ കണ്ടു. പക്ഷെ ശരീരത്തിന് മാത്രമല്ല ഭഗവാൻ പുഷ്ടി നൽകുന്നത്, ഭഗവാൻ ബുദ്ധിക്കും പുഷ്ടിയെ നൽകുന്നുണ്ട്. ബുദ്ധിക്ക് പുഷ്ടി നൽകുക എന്ന് പറഞ്ഞാൽ, ബുദ്ധി വാസ്തവത്തിൽ മനസ്സിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന തത്വമാണ്. എന്നാൽ അത് പലപ്പോഴും മനസ്സിനോട് ഒട്ടിയാണ് നിൽക്കുന്നത്. അപ്പൊ മനസ്സ് ചഞ്ചലമാണ്, ബുദ്ധി നിശ്ചലമാണ്. പക്ഷെ ബുദ്ധി ആ നിശ്ചലതയെ തിരിച്ചറിയാതെ ചഞ്ചലമായിട്ട് വർത്തിക്കുന്നു. ബുദ്ധിക്ക് പുഷ്ടി ലഭിച്ചാൽ ബുദ്ധി സ്വതന്ത്രമാകും. അപ്പോൾ ബുദ്ധിയുടെ പുഷ്ടി എന്ന് പറയുന്നത് ആ തലത്തിലാണ്. അപ്പോൾ ബുദ്ധിയെ മനസ്സിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ പുഷ്ടമാക്കി മനസ്സിന്റെ ചാഞ്ചല്യത്തിൽ നിന്നുമുള്ള മോചനം ബുദ്ധിക്ക് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ സ്ഥിരമായ ബുദ്ധിയുള്ളവൻ, സ്ഥിതപ്രജ്ഞൻ എന്ന് ഭഗവത്ഗീത അവനെ വിശേഷിപ്പിക്കും. അവനാണ് ആത്മസാക്ഷാത്കാരം സാധിക്കുക. കാരണം ഇതിനെയെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ സ്വരൂപത്തിൽ ലയിക്കാൻ അങ്ങനത്തെ ബുദ്ധി അത്യാവശ്യമാണ്. അപ്പൊ അത്തരം ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നവൻ മാത്രവുമല്ല, മനസ്സിനെയും ഭഗവാൻ പുഷ്ടമാക്കുന്നുണ്ട്. ഇപ്പോൾ സുഗന്ധി എന്ന് വിളിച്ചു, നല്ല വാസനകളായിട്ടുള്ളിൽ ശോഭിക്കുന്നവനാണ്. നല്ല വാസനകൾ ഉണ്ടെങ്കിലേ നല്ല ചിന്തകൾ ഉണ്ടാകും. അപ്പൊ നല്ല ചിന്തകളെ നൽകിക്കൊണ്ട്, കാരണം മനസ്സിന് ഏത് പ്രകാരത്തിലുള്ള ചിന്തയെയും സ്വീകരിക്കാം. അപ്പൊ ദുഷ്ടചിന്തകൾ ഉണ്ടായാൽ നമ്മൾ കൂടുതൽ കൂടുതൽ പാപങ്ങളിലേക്ക് ചെന്നു വീഴും. അതിൽ നിന്നും നമ്മെ രക്ഷിച്ച് സദ്വിചാരങ്ങളെ ഉണ്ടാക്കി മനസ്സിനെ പുഷ്ടിപ്പെടുത്തുന്നവനാണ്. അതുപോലെ തന്നെ ബുദ്ധിക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അതിനെയും പുഷ്ടിപ്പെടുത്തുന്നവനാണ്. അതുകൊണ്ട് പുഷ്ടിവർദ്ധനം. അപ്പോൾ 3 കണ്ണുകൾ ഉള്ളവനാണ്, സുഗന്ധിയാണ്, പുഷ്ടിവർദ്ധനനാണ്. അങ്ങനെയുള്ള ഭഗവാനെ യജാമഹേ, ഞങ്ങൾ പൂജിക്കുന്നു, ആരാധിക്കുന്നു, ഉപാസിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഉർവാരുകമിവ ബന്ധനാൻ, ഉർവാരുകത്തെ അതിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്ന പോലെ, മൃത്യുവിൽ നിന്നും മുക്ഷീയ ഞങ്ങളെ മോചിപ്പിച്ചാലും മാ അമൃതാത്. ഇവിടെ ഉർവാരുകം എന്ന ശബ്ദത്തോട് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള സുഗന്ധിം പുഷ്ടിവർദ്ധനം എന്ന പദങ്ങൾ ചേർക്കാം. ഈ പദത്തിന്റെ വിശേഷണമായിട്ടും അതെടുക്കാം. ആത്മീയമായ തലത്തിലാകുമ്പോൾ അത് കൂടുതൽ നമുക്ക് വ്യക്തത പ്രദാനം ചെയ്യും. അപ്പോൾ നല്ല ഗന്ധമുള്ള പുഷ്ടിയെ വർദ്ധിപ്പിക്കുന്ന ഉർവാരുകത്തെ പോലെ, ഉർവാരുകം എന്നാൽ വെള്ളരിക്ക. അപ്പൊ നല്ല ഗന്ധമുള്ള വെള്ളരി എന്ന് പറയുമ്പോൾ, നല്ല ഗന്ധമുള്ള ഉർവാരുകം എന്ന് പറയുമ്പോൾ അത് നല്ല പഴുത്തിട്ടുണ്ട്, അതിൻ്റെ പാകത അത് നേടിയിട്ടുണ്ട്. പുഷ്ടിവർദ്ധനം അതും ആ പഴുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് നല്ല പാകപ്പെട്ടിട്ടുണ്ട്. നല്ല പാകപ്പെട്ട ഉർവാരുകമാണ് നമുക്ക് പുഷ്ടിയെ നൽകുന്നത്. അത് ഭക്ഷിച്ചാൽ നമുക്ക് നല്ല പുഷ്ടി ലഭിക്കും. അപ്പൊ അങ്ങനത്തെ ഭാവത്തിൽ നിൽക്കുന്ന ഉർവാരുകത്തെ ഏതുപോലെയാണോ അതിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നത്. അപ്പോൾ ഉർവാരുകം ഒരു ബന്ധനത്തിൽ പെട്ടു, അതൊരു വള്ളിയിൽ വളരാൻ തുടങ്ങുകയാണ്. എന്തിനാണ് അത് വളരുന്നത്? അത് അതിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കാൻ വേണ്ടിയാണ് ആ വള്ളിയെ ആശ്രയിച്ച് നിൽക്കുന്നത്. അത് പൂർണ്ണത എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വള്ളിയിൽ തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല, അത് മുക്തമാക്കപ്പെടണം. അപ്പോൾ അത് അതിൻ്റെ പൂർണ്ണത, എന്തിനു വേണ്ടിയാണോ അത് ആ വള്ളിയിൽ നിൽക്കുന്നത്, ആ പ്രവൃത്തിയെ പൂർണ്ണമാക്കുന്നത് വരെയും അതിനെ അവിടെ നിലനിർത്തുക എന്ന അർത്ഥവും ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഉർവാരുകത്തെ നന്നായി വളർത്തിക്കൊണ്ട് അതിനെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം, അത് സുഗന്ധമുള്ളതും പുഷ്ടിയെ വർദ്ധിപ്പിക്കുന്നതുമായതിനു ശേഷം അതിനെ മോചിപ്പിക്കുന്ന പോലെ എന്നെ മൃത്യുവിൽ നിന്നും മോചിപ്പിച്ചാലും. അപ്പോൾ ഉർവാരുകത്തിൻ്റെ ബന്ധനം പോലെ എന്നെ സംസാരത്തിൽ ബന്ധിപ്പിക്കുന്നതാണ് മൃത്യു. ഞാൻ സംസാരത്തിൽ എന്തിനാണ് വന്നത്? ഞാൻ വന്നത് മോക്ഷം നേടാൻ വേണ്ടിയാണ്, വെറുതെ വീണ്ടും വീണ്ടും ജനിക്കാൻ വേണ്ടിയല്ല. ആത്യന്തികമായ എൻ്റെ ലക്ഷ്യം മോക്ഷമാണ്. അപ്പോൾ അതിനാവശ്യമുള്ള പുഷ്ടി എനിക്കുണ്ടാവണം. അപ്പം ഞാൻ പാകപ്പെടണം. അങ്ങനെ ഒരു ജീവിതം ആദ്യം എനിക്കിവിടെ തന്നാലും, നേരെ മോക്ഷം തരണമെന്നല്ല പറയുന്നത്, ആദ്യം ഞാൻ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് നന്നായി പാകപ്പെടട്ടെ. എനിക്ക് എത്ര പക്വത ആവശ്യമാണോ അങ്ങോട്ട് ഉയരാൻ, അത്രയും പക്വത സിദ്ധിക്കാൻ പാകത്തിനുള്ള ജീവിതം എനിക്ക് ഉണ്ടാവട്ടെ, നല്ലൊരു ജീവിതം എനിക്ക് ഉണ്ടാവട്ടെ. അങ്ങനെ ഞാൻ പാകപ്പെട്ട് കഴിയുമ്പോൾ മാത്രം മൃത്യുവിൽ നിന്നും എന്നെ മോചിപ്പിച്ചാലും,
അപ്പോൾ അകാല മൃത്യുവിൽ നിന്നുമുള്ള മോചനവും ഇവിടെ സൂചിപ്പിച്ചു. അകാലത്തിൽ ഞാൻ മരണപ്പെടാതിരിക്കട്ടെ. അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തമായ ലക്ഷ്യം മോക്ഷമാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയും ഇവിടെയുണ്ട്. കാരണം ആ ഒരു ബോധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. അപ്പം നല്ല ഒരു ജീവിതം പ്രദാനം ചെയ്യുക, അതിലൂടെ ഞാൻ ആർജിക്കേണ്ട പക്വത അതെന്താണെന്ന് എനിക്കറിയില്ല. സർവജ്ഞനായ അങ്ങയ്ക്ക് അതറിയാം. കാരണം ത്രികാലജ്ഞാനിയാണ് അങ്ങ്, ത്രയംബകൻ എന്ന് വിളിച്ചു. അപ്പോൾ 3 കാലത്തെയും അറിയുന്ന അങ്ങയ്ക്കറിയാം എനിക്ക് പാകപ്പെടേണ്ടത് ഏതു ഭാവത്തിലാണെന്ന്. ആ ഭാവത്തിൽ ഞാൻ എത്തുന്നത് വരെയും എന്നെ സംരക്ഷിക്കുക, ഇവിടെ നിലനിർത്തുക. ആ ഭാവത്തെ ഞാൻ പ്രാപിച്ചു കഴിഞ്ഞാൽ ഏതുപോലെയാണോ നല്ല പഴുത്ത മണമുള്ള ഉർവാരുകത്തെ അതിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നത്, അതേ ലാഘവത്തോടു കൂടി എന്നെയും മോചിപ്പിക്കുക. കാരണം കർഷകൻ അറിയാം കൃത്യമായി ഏത് സമയത്താണ് അത് പറിക്കേണ്ടതെന്ന്, അതുവരെയും അതിനെ നിലനിർത്തും. അപ്പൊ നല്ലൊരു കർഷകനെ പോലെ അങ്ങ് എന്നെയും ആ കൃത്യമായ സമയത്ത് ഈ സംസാരത്തിൽ നിന്നും മോചിപ്പിക്കുക. മാ അമൃതാത്, അമൃതത്തിൽ നിന്നും എന്നെ വിടുവിക്കാതിരിക്കുക. അമൃതം എന്ന് പറയുന്നത് മരണമില്ലാത്ത ഭാവം എന്നർത്ഥത്തിലാണ്. അമൃതം വാസ്തവത്തിൽ നമ്മുടെ സ്വരൂപമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മൃത്യു സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആത്മീയമായി നിരീക്ഷിച്ചാൽ നമ്മൾ നമ്മുടെ സ്വരൂപത്തെ മറക്കുന്നത് കൊണ്ടാണ്. സ്വരൂപ വിസ്മൃതിയിൽ നിന്നാണ് വാസ്തവത്തിൽ സംസാരം ജനിക്കുന്നത്. അപ്പൊ ജനന മരണ ചക്രത്തിൽ നമ്മൾ പെടുന്നത് നമ്മളെ മറന്നത് കൊണ്ടാണ്. ആ മറവി അകറ്റി ഞാൻ എന്നെ തിരിച്ചറിയുന്നതാണ് മോക്ഷം. വാസ്തവത്തിൽ മോക്ഷം നേടപ്പെടുന്ന ഒന്നല്ല. കാരണം നമുക്കില്ലാത്തതെന്തോ നമുക്ക് വന്നു ചേരുന്നതല്ല മോക്ഷം. നമ്മൾ എന്താണോ അത് തിരിച്ചറിയുന്നതാണ്. അപ്പൊ ആ സ്വരൂപബോധം എനിക്ക് ഉണ്ടാവണം. അതുകൊണ്ട് അമൃതത്തിൽ നിന്നും എന്നെ അകറ്റരുതേ എന്ന് മാ അമൃതാത് എന്ന പദത്തിൽ പറയുന്നു. സ്വരൂപബോധം എനിക്ക് ഉണ്ടാവുകയും ഈ ലോകത്തിലുള്ള ബന്ധനത്തിൽ നിന്നും ഞാൻ മുക്തനാവുകയും ചെയ്യണം. കാരണം സ്വരൂപബോധം ഉണ്ടായാലേ ലോകബന്ധനത്തിൽ നിന്നും മുക്തിയുള്ളൂ. ഇപ്പൊ രണ്ടും കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് മാ അമൃതാത് എന്ന്. കാരണം അതിനെ ഞാൻ മറന്നു, അതുകൊണ്ട് ഇത്രയും അനുഭവിച്ചു. അപ്പൊ ഇതിലൂടെ തിരിച്ചെനിക്ക് ആ ബോധത്തിലേക്ക് ഉയർത്തി അതിലെന്നെ ഉറപ്പിക്കുക. ഞാൻ സ്വരൂപബോധത്തിൽ സ്ഥിതനാകട്ടെ, സമാധിയെ ഞാൻ നേടട്ടെ, ആത്മജ്ഞാനിയായി ജീവൻ മുക്തനായി ഞാൻ ഭവിക്കട്ടെ. അതുവരെയും എന്നെ ഈ ലോകത്തിൽ നിന്നും മുക്തനാക്കാതിരിക്കുക, ഈ ലോകത്തിൽ എന്നെ നിലനിർത്തുക. എനിക്ക് ആവശ്യമുള്ള സംരക്ഷണത്തെ നൽകി, ശരീരത്തിന് ആവശ്യമുള്ള ആരോഗ്യം, മനസ്സിനാവശ്യമുള്ള ആരോഗ്യം, ബുദ്ധിക്ക് ആവശ്യമുള്ള ആരോഗ്യം പ്രദാനം ചെയ്തുകൊണ്ട്, എത്ര ആയുസ്സാണോ എനിക്ക് അനുവദിച്ചിട്ടുള്ളത് അത്രയും ആയുസ് എനിക്ക് നൽകിക്കൊണ്ട്, ഏതൊരു പക്വതയാണോ ഞാൻ നേടേണ്ടത്, സമ്പാദിക്കേണ്ടത്, ആ പക്വതയെ നേടാൻ എന്നെ പ്രാപ്തനാക്കി അത് ലഭിച്ചതിന് ശേഷം മാത്രം എന്നെ മോചിപ്പിക്കുക എന്നർത്ഥം ആത്മീയമായ തലത്തിലും ലഭിച്ചു. ഇങ്ങനെ വളരെ ഗഹനമായ ഒരു മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. എല്ലാവരും ജപിക്കേണ്ട മന്ത്രമാണ്. കുടുംബത്തിലൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ജപിക്കുന്നത് വളരെ വിശേഷമാണ്. പൊതുവെ പിറന്നാൾ ദിവസങ്ങളിലൊക്കെ ഇത് ജപിക്കുന്നത് പതിവാണ്. പക്ഷെ പിറന്നാൾ ദിവസങ്ങളിൽ മാത്രമല്ല, എല്ലാ ദിവസവും ജപിക്കേണ്ട മന്ത്രമാണ്, കൂട്ടമായി ജപിക്കേണ്ട മന്ത്രമാണ്. ഇനിയിപ്പോൾ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ജപിക്കുകയാണെങ്കിലും സമൂഹത്തെ മുഴുവൻ കൂടെ നിർത്തിക്കൊണ്ട് ജപിക്കേണ്ട, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ്റെ കുടുംബത്തെയെങ്കിലും കൂടെ നിർത്തിക്കൊണ്ട് ജപിക്കേണ്ട മന്ത്രമാണ്. എല്ലാവർക്കും ഇതുകൊണ്ട് ക്ഷേമമുണ്ടാവും. കാരണം ഓരോ മനുഷ്യനും ഇതുപോലെ ജീവിക്കുകയാണെങ്കിൽ സമൂഹം നന്നാവും, ശ്രേഷ്ഠത കൈവരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അത്രയും സുന്ദരമായ ഒരു ലോകം ഇവിടെ ഉണ്ടാവും. അത് മുൻകണ്ടിട്ടാവണം ഋഷിമാർ ഇത്തരം മന്ത്രങ്ങൾ നമുക്ക് നൽകിയത്. അപ്പം അവരുടെ ആ ഒരു കരുണയെ മാനിച്ചുകൊണ്ട്, ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ ദിവസവും ജപിക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. കുറച്ചു നേരമെങ്കിലും, ഒരു തവണയെങ്കിലും ജപിക്കണം. അങ്ങനെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഭഗവാന്റെ വൈഭവം ഓർത്തുകൊണ്ട് ജപിക്കുമ്പോൾ, ഭഗവാനെ പൂജിക്കുമ്പോൾ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. കാരണം വളരെ ശക്തിയുള്ള മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. നമുക്ക് വേണ്ട എല്ലാ രക്ഷകളും ഇത് പ്രദാനം ചെയ്യും. അപ്പൊ ഇതിൻ്റെ അർത്ഥമൊന്നും അറിയാത്ത ഒരാൾ പോലും ഭക്തിയോടുകൂടി ഭഗവാനെയാണ് താൻ സ്തുതിക്കുന്നത് എന്ന ഭാവത്തിൽ, ഭഗവാന്റെ രക്ഷണത്തിനെയാണ് താൻ അർത്ഥിക്കുന്നത് എന്ന ഭാവത്തിൽ ഈ മന്ത്രം ജപിച്ചാൽ ഉറപ്പായും ഭഗവാന്റെ കരുണ ഉണരും, ഭഗവാൻ അവനെ രക്ഷിക്കും. അർത്ഥമറിയണമെന്ന് പോലുമില്ല. വേദമന്ത്രങ്ങൾക്കുള്ള ശക്തി അതാണ്. കാരണം മന്ത്രം ദർശിച്ചിട്ടുള്ള ഋഷി അതിനെ സശക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അത് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് അർത്ഥമറിയാതെ ജപിച്ചാൽ പോലും ഗുണം ലഭിക്കുന്ന ഒന്നാണ് വൈദിക മന്ത്രങ്ങൾ.
അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ജപിക്കണം. സാധിക്കുമ്പോഴെല്ലാം ജപിക്കണം. വളരെ ഭാവശുദ്ധിയോടുകൂടി ജപിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം. ഭാവശുദ്ധി പ്രസക്തമാണ്. നല്ല ശുദ്ധമായ ഭാവത്തോടുകൂടി ദിവസവും ജപിച്ചാൽ ഉറപ്പായും നല്ല ആരോഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കും. നമുക്ക് ആവശ്യമായ ഉയർച്ചയും ലഭിക്കും. ഏതൊരു പക്വതയ്ക്ക് വേണ്ടിയാണോ ഭൂമിയിൽ വന്നത് ആ പക്വത നമുക്ക് ലഭിക്കും. അമൃതസ്വരൂപത്തിൻ്റെ ബോധവും നമുക്ക് ലഭിക്കും. അതായത് ആത്മസാക്ഷാത്കാരവും ലഭിക്കും. അതിനുള്ള അനുഗ്രഹം ആ ഭഗവാൻ മഹാദേവൻ, ആ ശ്രീരുദ്രൻ, ആ 3 കണ്ണുള്ളവൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ ഭഗവാൻ മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഒന്നും കൂടി ആ മന്ത്രം ഒന്ന് ചൊല്ലാം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയ മാമൃതാത്. ഓം ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരി ഓം.